വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. മുതിർന്ന ഗാന്ധിയനും ഗാന്ധി സ്മാരക നിധിയുടെയും സേവാഗ്രാം ആശ്രമത്തിൻ്റെയും ചെയർമാനുമായിരുന്ന അന്തരിച്ച പി ഗോവിന്ദൻ നായരുടെ പ്രതിമ അനാച്ഛാദന ചടങ്ങിന് വേണ്ടിയാണ് അദ്ദേഹം എത്തിയത്. ഇതിനിടെയാണ് ഈ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നതും. ഈ ഒരു അനാച്ഛാദനം കഴിഞ്ഞ ശേഷം RSSനെതിരെ അതിരൂക്ഷ വിമർശനമാണ് തുഷാർ ഗാന്ധി നടത്തിയിരുന്നത്. അതായത് ഈ രാജ്യത്തിൻ്റെ ആത്മാവിന് ക്യാൻസർ പിടിച്ചിരിക്കുന്നു, ആ ക്യാൻസർ പടർത്തുന്നത് RSS ആണ് എന്നതടക്കമുള്ള രൂക്ഷ വിമർശനമായിരുന്നു ഈ തുഷാർ ഗാന്ധി നടത്തിയത്. ഇതിനു പിന്നാലെയാണ് RSS പ്രവർത്തകർ BJP പ്രവർത്തകരും ചേർന്ന് തുഷാർ ഗാന്ധിയെ തടഞ്ഞത്. ഈ വേദിയിൽ നിന്ന് കാറിലേക്ക് കയറുന്നതിനിടെ കൗൺസിലർ മഹേഷിൻ്റെ നേതൃത്വത്തിൽ RSS പ്രവർത്തകരും അതുപോലെ BJP പ്രവർത്തകരും സംഘടിച്ചെത്തി ഈ തുഷാർ ഗാന്ധിയെ തടയുകയായിരുന്നു. ഇതിന് പിന്നാലെ തുഷാർ ഗാന്ധിക്കെതിരെ മുദ്രാവാക്യവും വിളിക്കുകയും ചെയ്തു. ഈ ഒരു പരാമർശം അത് പിൻവലിക്കാതെ ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് പ്രവർത്തകർ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ തൻ്റെ നിലപാടിൽ മാറ്റമില്ല, താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. ആത്മാവിൽ, അതായത് രാജ്യത്തിൻ്റെ ആത്മാവിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു, അത് പടർത്തുന്നത് RSS തന്നെയാണ് എന്ന് അദ്ദേഹം മറുപടി നൽകുകയും ഗാന്ധി അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ കൂടി അവിടേക്ക് എത്തി തുഷാർ ഗാന്ധിക്കും അതുപോലെ മഹാത്മാഗാന്ധിക്കും അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിച്ചതോടുകൂടിയാണ് ആ സ്ഥലത്ത് നേരിയ രീതിയിൽ ഒരു സംഘർഷമുണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ തൊട്ടടുത്ത് തന്നെ ഈ പരിപാടിയുടെ സംഘാടകർ അവർ ഓടിയെത്തി ഈ ഇരു കൂട്ടരെയും അവിടെ നിന്ന് മാറ്റിയ ശേഷമാണ് തുഷാർ ഗാന്ധി തിരിച്ച് പോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം അതിരൂക്ഷ വിമർശനമാണ് ഈ ഒരു പ്രസംഗത്തിൽ ഉടനീളം RSSനെതിരെ നടത്തിയത് എന്നുള്ളതാണ്. ഈ പരാമർശം പിൻവലിക്കുന്നതുവരെ പ്രതിഷേധം തുടരും എന്നുള്ളതാണ് ഇപ്പോൾ RSS BJP പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ തൻ്റെ പ്രസ്താവനയിൽ നിന്ന് ഒരു പടി പോലും പിന്നോട്ടില്ല എന്നുള്ളതാണ് തുഷാർ ഗാന്ധിയും പറയുന്നത്.